ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വന്നതായിരുന്നു. എന്നോട് ഒരു ദിവസം താമസിച്ചു. ഇപ്പം ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരമാണ് ബസ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഇവിടെ അധികം സ്ഥലങ്ങൾ നമുക്ക് പോകാനൊന്നുമില്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടൊരു സ്ട്രീറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. നല്ല നട്ടുച്ച വെയിൽ സമയത്താണ് ഞാൻ പിന്നെ സ്ട്രീറ്റ് വാക്കിന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഈ കടലും അതിൻ്റെ കുറച്ച് തീരം, അവിടെ കുറച്ച് ഒരു ക്ഷേത്രം, പിന്നെ ഈ തിരുവല്ലൂർ ശില ഇതൊക്കെ ഉള്ളൂ പ്രധാന അട്രാക്ഷൻ. പിന്നെ ഇവിടെ വരുന്നവർക്ക് കാണാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ പറ്റും. 2-3 ടെമ്പിളുകളുണ്ട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിട്ട്. പിന്നെ ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇതുപോലെ ചെറിയ നിർമ്മിതികളൊക്കെ ഉണ്ടാവും. ഇത് ഗാന്ധി നെയ്ബ് മണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാഗാന്ധി മെമ്മോറിയലിൻ്റെ ഒരു നിർമ്മിതിയാണ്. ഇതൊക്കെ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് നിർമ്മിതികളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വിവേകാനന്ദ പാറേൻ്റെ മുകളിലുള്ള ഒരു മെമ്മോറിയൽ, വിവേകാനന്ദ മെമ്മോറിയൽ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു തിരുവല്ലൂർ ശില നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗാന്ധി മെമ്മോറിയൽ, ഇങ്ങനെയുള്ള ചില മെമ്മോറിയൽ നിർമ്മിതികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്ഷേത്രമുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഒരുപാട് ഹോട്ടൽസ് ഉണ്ടാകും. ഹോട്ടൽസ് മീൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലല്ല, നമ്മൾ താമസിക്കാനുള്ള റൂമുകൾ അടങ്ങിയിട്ടുള്ള ഹോം സ്റ്റേ അല്ല, ടൂറിസ്റ്റ് ഹോമുകളുണ്ടാവും. ഇതിലൂടെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരം കാണാം. ഇവിടെ ഒരു മണൽപ്പരപ്പുള്ള ബീച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ മണൽപ്പരപ്പ് വളരെ കുറവാണ്. അതായത് സീഷോറിൻ്റെ ആ ഒരു പരിധി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് കടലാണ്. ആ മണൽപ്പരപ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ബീച്ചിൽ കാണുന്ന പോലെ ഇങ്ങനെ കുറേ ആൻറ്റിക്ക് ഷോപ്പുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. തന്നെയാണ് എന്താ അവിടെ ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചാൽ കയറി പോകാൻ തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണാനുള്ള കാഴ്ച ഇതൊക്കെ തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ, കൽമണ്ഡപം ക്ഷേത്രം തന്നെയാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ടുള്ളത്. പിന്നെ കടകളുണ്ടല്ലോ. ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന അവിടെ ദൂരെ കാണാം തിരുവല്ലൂർ ശിലയും അതിൻ്റെ അപ്പുറത്തുള്ള വിവേകാനന്ദ മണ്ഡപമാണ്. പിന്നെ അതിൻ്റെ അടുത്തൊരു ക്ഷേത്രം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇത്രയധികം ഈ ടൂറിസ്റ്റ് ഹോമുകൾ ആണ് കൂടുതൽ കാണാൻ പറ്റുക. ഹോട്ടലിനും പോലും. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇത്രത്തോളം സന്ദർശകർ നിത്യേന വരുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന. ആ കാണുന്ന ആ 2 നിർമ്മിതികളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അട്രാക്ഷൻ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുതലായിട്ട് എത്തുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു പോയിൻ്റ്. ഇവിടെയാണ് വൈകുന്നേര സമയത്ത് സൂര്യസ്തമാനമൊക്കെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചു കൂടുക. അവിടെ ആ കാണുന്ന 2 അട്രാക്ഷൻ. അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ ബോട്ടിന് പോകണം. ഞാൻ മുമ്പ് പോയി, ഇന്നലെ വന്ന ഉടനെ ആ ബോട്ട് സർവീസ് ഒന്ന് കയറിയിട്ട് ഞാൻ അതുവരെ ഒന്ന് പോയിട്ട് അതൊക്കെ കണ്ടിട്ട് വന്നു. നമുക്ക് ആ വിവേകാനന്ദ മെമ്മോറിയൽ പാറൻ്റെ മുകളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പുറത്തുള്ള തിരുവല്ലൂർ ശിലൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ബീച്ചിലുള്ള പോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡ് കൂടെ ഇറങ്ങാനേ പറ്റുള്ളൂ. പിന്നെ ആൾക്കാർക്ക് ഇരുന്ന് സൂര്യസ്തമാനം വീക്ഷിക്കാനുള്ള ഒരു സ്പേസാണിത്. ഈ ഭാഗത്തേക്ക് മൊത്തം കച്ചവടക്കാർ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് കാണുന്നതൊരു ക്ഷേത്രമാണ്. എന്താണ് ശ്രീ കാമകോട്ടി പീഠം, അങ്ങനെ എന്തോ ഒരു കാഞ്ചീപുരത്തിന്. അത് എനിക്ക് വ്യക്തമായിട്ടുള്ള ക്ഷേത്രം ആണ് ഒറ്റ നോട്ടത്തിൽ, അത്ര നമുക്കറിയുള്ളൂ. പിന്നെ ഒന്നുമില്ല. ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അട്രാക്ഷൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ബസ് വൈകുന്നേരമാണ്. അപ്പോൾ വെറുതെ ഒന്നിങ്ങനെ തെരുവിൽ ഇറങ്ങിയിട്ടൊന്നിങ്ങനെ നടന്ന്
ഈ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് വന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണത്. പിന്നെ നമുക്ക് കന്യാകുമാരി വിശദമായിട്ട് എന്ന് പറയാൻ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ സമയം ചിലവഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ബസ്സിന് കയറി നമ്മൾ നല്ലൊരു അടിപൊളി ബസ് ജേണി ഉണ്ട്, അതായത് ലോങ് ബസ് ജേണിയാണ്. അപ്പോൾ അത് ഒന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചെറിയ വീഡിയോ ആണ്. ബൈ ബൈ.